ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസഫലം മീനക്കുറുകാർക്കും മീന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം എങ്ങനെയാകും. ഇപ്പം നമുക്ക് ഈ മാർച്ച് മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം ഈ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. മീനക്കൂർ എന്ന് പറയുമ്പോഴും മീനലഗ്നം എന്ന് പറയുമ്പോഴും അത് വേഴത്തിൻ്റെ ആ രാശിയുടെ അധിപൻ വേഴഗ്രഹമാണ്. അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള വേഴഗ്രഹം ഇപ്പോൾ 4 സഞ്ചരിക്കുകയാണ്, സുഖസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. പക്ഷേ മാർച്ച് 10 വരെ ആ വേഴഗ്രഹം വക്രത്തിലായിരിക്കും. 11 മുതൽ വേഴഗ്രഹം നേർസഞ്ചാരത്തിൽ വരുന്നു. സൂര്യൻ മാർച്ച് 15 വരെ 12-ലും മാർച്ച് 14 വരെ 12-ലും അതിനുശേഷം ആ സൂര്യൻ ജന്മരാശിയിലേക്കും രാശി മാറുന്നു. ചൊവ്വ 12-ൽ സ്ഥിതി തുടരുന്നു. ബുധനും 12-ൽ സ്ഥിതി തുടരുന്നു. പക്ഷേ ആ ബുധൻ മാർച്ച് 20 വരെ വക്രത്തിലായിരിക്കും 12-ൽ. അതിനുശേഷം ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നു. ശുക്രൻ മാർച്ച് 2-ന് ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അതുപോലെ ശനി ജന്മരാശിയിൽ സ്ഥിതി തുടരുന്ന സമയമാണ്. രാഹു 12-ലും കേതു 6-ലും സ്ഥിതി തുടരുന്നു. അപ്പം മാർച്ച് മാസത്തിൽ പ്രധാനമായിട്ടും ശുക്രനും അതുപോലെ സൂര്യനും ഈ 2 ഗ്രഹങ്ങൾ ജന്മരാശിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. രണ്ടാമത് ജന്മലഗ്നരാശിയാധിപനായിട്ടുള്ള ഗുരു, അതുപോലെ 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു എന്നുള്ളതാണ് മാർച്ച് മാസത്തിലെ പ്രത്യേകത. നമുക്ക് ഈ മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അവരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്നരാശിയാധിപനായിട്ടുള്ള ഗുരു സുഖസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. പക്ഷേ മാർച്ച് 11 ആകുമ്പോൾ ആ ഗുരു വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. ജന്മരാശിയിൽ ശനിയുണ്ട്, ജന്മശനിയാണ്, 7.5 ശനിയാണ്. അപ്പോൾ ആ ശനിയാണെങ്കിൽ 12-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ആദ്യ വാരമൊക്കെ ഈ മാർച്ച് 3 ആവുമ്പോൾ 6-ാം ഭാവരാശിയിൽ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ മാനസികമായിട്ട് ഒരു ടെൻഷൻ, ചന്ദ്രനാണ് ഗ്രഹണം വരുന്നത്, ഒരു ടെൻഷൻ ഉണ്ടാകാം. അതുപോലെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധിക്കണം ആദ്യ വാരം. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനാണ് ഗ്രഹണം വരുന്നു എന്നുള്ളത് കൊണ്ട് സന്താനത്തിൻ്റെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 12-ൽ ബുധൻ, ചൊവ്വ, രാഹു, ആദ്യ പകുതി സൂര്യനും 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് ബോഡി പെയിൻ, പ്രത്യേകിച്ച് ഈ കണങ്കാലിൽ എന്തെങ്കിലും പെയിൻ, മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ചിലപ്പോൾ നയന സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാം. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്നു. 6-ാം ഭാവാധിപനും കൂടിയാണ് ആ സൂര്യൻ. അപ്പോൾ ആ സൂര്യൻ ജന്മരാശിയിൽ വരുമ്പോൾ ചിലർക്ക് ഹെഡേക്ക്, മൈഗ്രെയിൻ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ 12-ൽ ഈ തമോ ഗ്രഹങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉള്ള സമയമായതുകൊണ്ട് യാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദൂരയാത്രകളിൽ ഒക്കെ ഒരു ശ്രദ്ധ ആവശ്യമാണ്. 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും 12-ൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കെയർ വേണം. ചിലർക്ക് ഉറക്കക്കുറവിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ ഒരു മാനസികമായിട്ടുള്ള ഒരു സംഘർഷം ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള വേഴം നേർസഞ്ചാരത്തിലാകുമ്പോൾ 11 മുതൽ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യ വാരമൊക്കെ കഴിയുമ്പോൾ, ഗ്രഹണവാരമൊക്കെ കഴിയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ക്രമേണ അതിൽ നിന്ന് റിക്കവറി, അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. അവസാനത്തെ പകുതിയൊക്കെ 6-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പ്രത്യേകിച്ച് ഈ
12ാം ഭാവാധിപനായിട്ടുള്ള ശനിയുമായിട്ടൊക്കെ ലഗ്നത്തിൽ യോഗം വരുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു ആയുർദൈർഘ്യമൊക്കെ ഇപ്പോൾ ആയുർ ദോഷങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ മാറിക്കിട്ടും. അതിനുള്ള അനുകൂലമായ സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇനി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ഈ 10ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. ജന്മ ലഗ്നരാശ്യാധിപൻ തന്നെയാണ് 10ാം ഭാവാധിപൻ. ആ ഗുരു 4 നിൽക്കുന്നു, 11 മുതൽ നേർസഞ്ചാരത്തിലാവുന്നു, 10ലേക്ക് ആ ഗുരു ദൃഷ്ടിയും ചെയ്യുന്നു. അതായത് 10ാം ഭാവാധിപൻ 10ൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നു, 8ലും ദൃഷ്ടി ചെയ്യുന്നു, 12ലും ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ആദ്യ വാരം 6ലാണ് ഗ്രഹണം നടക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ഈ വർക്ക് പ്ലേസാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ തൊഴിലിടത്ത് ഒരു സുഖക്കുറവ് ചിലപ്പോൾ ആദ്യത്തെ വാരം ഉണ്ടാകാം. കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ ഒരു സഹകരണക്കുറവ്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ആദ്യവാരം ഉണ്ടാകാം. മാത്രമല്ല കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരുവും 10 വരെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ തൊഴിൽ സ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഗ്രഹണവാരം കഴിയുമ്പോൾ തന്നെ, അതുപോലെ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു നേർസഞ്ചാരത്തിലാവുമ്പോൾ തന്നെ തൊഴിലിൽ പ്രത്യേകിച്ച് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നമുക്കുണ്ടാകും. തൊഴിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. പൊതുവേ നമുക്ക് തൊഴിലിടത്തൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊരു ആദരവ്, ഒരു അംഗീകാരമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ആദ്യവാരം കഴിയുമ്പോൾ തന്നെ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമായിരിക്കും. കാരണം കർമ്മഭാവാധിപൻ കർമ്മസ്ഥാനത്ത് തന്നെ നോക്കുന്ന സമയമാണ്. വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പം അത് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, തൊഴിൽ പ്രാപ്തിയും ഉണ്ടാകും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു ശേഷിയൊക്കെ അവർക്കുണ്ടാകും. ഇപ്പം ജന്മരാശിയിലൊക്കെ ശുക്രൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ ശുക്രനാണെങ്കിൽ അഷ്ടമ ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഈ റിസർച്ച് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, മീഡിയ പ്രവർത്തകരെ, കാരണം 3ാം ഭാവാധിപനും കൂടെയാണ് ശുക്രൻ. 3ാം ഭാവാധിപൻ ഉച്ചരാശി നിൽക്കുകയാണ്. അപ്പോൾ മീഡിയ പ്രവർത്തകർ, പ്രഭാഷകർ, ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അവർക്കൊക്കെ തൊഴിലിൽ വലിയ നേട്ടവും ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തന്നെ പറയാം. അവസാനത്തെ പകുതിയൊക്കെ ആ സൂര്യനും ജന്മരാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ 6ാം ഭാവാധിപനാണ് സൂര്യൻ എന്നുള്ളത് കൊണ്ട് അത് ചിലപ്പോൾ ഈ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ചലഞ്ചസൊക്കെ അതിജീവിക്കാൻ ആ സൂര്യൻ ജന്മരാശിയിൽ വരുന്നത് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതേസമയം ഉയർന്ന അധികാരമൊക്കെ വിനിയോഗിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഉയർന്ന പൊസിഷനൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആ ജന്മരാശിയിലൊക്കെ സൂര്യനും അതുപോലെ ശനിയും അതുപോലെ ശുക്രനും, ഇവർ 3ഉം ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഈ അധികാരമൊക്കെ കൂടുതൽ വിനിയോഗിക്കുന്നത് വഴി അവർക്കല്പം ഈഗോ പ്രശ്നവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശനി, രവി, ശുക്രൻ ഇവരുടെ ബന്ധം പ്രത്യേകിച്ച് ക്ഷോഭിക്കുന്ന ഒരു പ്രകൃതം അത് തൊഴിലിടത്ത് ചിലപ്പോൾ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഒരു വിനയത്തോടെയുള്ള ഒരു സമീപനം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകണം. അതുപോലെ 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലവസരങ്ങളുണ്ടാകും. അവർക്ക് വിദേശത്തെ തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത ഉണ്ട്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ ബുധനാണ്. ആ ബുധൻ ഇപ്പോൾ 12 നിൽക്കുകയാണ്, വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. 20 വരെ ആ ബുധൻ വക്രത്തിലുമാണ്. അപ്പോൾ ബിസിനസ്സിൽ അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. ബിസിനസ്സുകാരകൻ വ്യയസ്ഥാനത്ത്. അതുപോലെ 7ലാണെങ്കിൽ ശനി, ശുക്രൻ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ശുക്രനാണെങ്കിൽ നീച ദൃഷ്ടിയാണ് 7. അവസാനത്തെ പകുതി സൂര്യനും 7 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ബിസിനസ് എക്സ്പെൻസ് പൊതുവെ കൂടാവുന്ന മാസമായിട്ടും കൂടെ കാണുന്നുണ്ട്. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ബിസിനസ്സിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരും. വിദേശത്തൊക്കെ വിപണനം നടത്തുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല.
ബുധനും രാഹുവായിട്ടൊക്കെയുള്ള യോഗം ആ 12 ആയതുകൊണ്ട് നമ്മൾ ബിസിനസ് സംബന്ധമായിട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വേണം തീരുമാനം എടുക്കാൻ. കഴിവതും സഡനായിട്ട് തിടുക്കത്തിൽ ഒരു തീരുമാനവും എടുക്കാതെ ഇരിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ്. ബുധൻ 12-ലാണ്, 20 വരെ ബുധൻ വക്രത്തിലാണ്. അത് കഴിയുമ്പോൾ ആ ബുധൻ നേർസഞ്ചാരത്തിലാകും. 5 പ്രത്യേകിച്ച് ഗ്രഹങ്ങൾ ഇല്ല. 5-ാം ഭാവാധിപനാണെങ്കിൽ ചന്ദ്രനാണ്. ആ ചന്ദ്രന് ആദ്യവാരമൊക്കെ ഗ്രഹണം വരികയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യവാരം അല്പം ആലസ്യം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറവൊക്കെ അവരുടെ ഭാഗത്തുണ്ടാകാം. മാർച്ച് 11 മുതൽ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു നേർസഞ്ചാരത്തിലാകുന്നത്, അതുപോലെ 21 മുതൽ ആ വിദ്യാകാരകനായിട്ടുള്ള ബുധനും നേർസഞ്ചാരത്തിലാകുന്നത് പഠനത്തിൽ ഫോക്കസ് കൂടുന്നതിന് സഹായകമാകും. പ്രത്യേകിച്ച് ചില മേഖലകളിൽ പഠിക്കുന്നവർക്ക്, ഇപ്പം മെഡിസിൻ പഠനം നടത്തുന്നവർക്ക്, അതുപോലെ ഗവേഷണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. കാരണം അഷ്ടമഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ 9-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഇപ്പോൾ 12-ൽ നിൽക്കുന്ന സമയമാണ്. ആ ചൊവ്വയും രാഹുവും ബുധനും ഒക്കെ ആ 12-ൽ ബന്ധം വരികയാണ്. അപ്പം പൊതുവെ പഠനത്തിന് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠന ചെലവ് കൂടുന്ന ഗ്രഹസ്ഥിതി എന്ന് പറയാം. ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക്, പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ഒരു നല്ല ഒരു സമീപനം ആവശ്യമായ സമയമാണ്. കഴിവതും അവരുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു അഗ്രസീവ് എനർജി അവരുടെ ഭാഗത്തുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അധ്യാപകരുടെയൊക്കെ ഒരു പൂർണ്ണ ഗൈഡൻസൊക്കെ, അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് 20 കഴിയുമ്പോൾ അനുകൂല സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. എങ്കിലും പൊതുവെ പഠനപരമായിട്ട് ചെലവ് കൂടാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2-ാം ഭാവാധിപൻ ചൊവ്വ 12-ലാണ്. 2-ാം ഭാവാധിപൻ 12-ൽ പോവുക എന്ന് പറയുന്നത് തന്നെ പണച്ചെലവിനെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ 11-ഉം 12-ഉം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് ജന്മരാശി നിൽക്കുന്നത്. അപ്പോൾ 12-ാം ഭാവാധിപൻ ജന്മരാശി നിൽക്കുന്നു, 2-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുന്നു. അപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു ആണെങ്കിൽ ആ 10 വരെ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ പൊതുവെ 12-ൽ കുജൻ, രാഹു, രവി, ബുധൻ 4 ഗ്രഹങ്ങളുടെ എനർജിയാണ് 12-ൽ വരുന്നത്. അപ്പം ധനകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ധനവ്യയം കൂടാവുന്ന സമയമാണ്. ചിലർക്ക് ചതി, വഞ്ചന വഴിയൊക്കെ ധനം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ചിലർക്ക് വിദേശ സോഴ്സുകളിൽ നിന്ന് ധനം കിട്ടാനും സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ ധനനേട്ടം ഉണ്ടാകാം, എങ്കിലും സാമ്പത്തിക കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന മാസമായിട്ട് മാർച്ച് മാസത്തെ കാണുക. അനാവശ്യ ചെലവുകൾ കുറയ്ക്കുക. അതേസമയം ധനകാരകനായിട്ടുള്ള ഗുരു 11 മുതൽ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അത് കുടുംബത്തിൽ വരുമാനം കൂടുന്ന ഒരു സ്ഥിതി കാണിക്കുന്നുണ്ട്. 4-ലാണ് ആ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 25 ആകുമ്പോൾ ആ ധനരാശിയിലേക്ക്, 2-ാം ഭാവരാശിയിലേക്ക് വരുന്നുണ്ട്. 8-ലേക്ക് ആ ശുക്രൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. അത് ചിലപ്പോൾ ചില അപ്രതീക്ഷിത മേഖലകളിൽ നിന്ന്, അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനനേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ ഗുണം കിട്ടുന്ന എന്തെങ്കിലും പദ്ധതികൾ, എന്തെങ്കിലും സ്കീമിലേക്ക് പണം നിക്ഷേപിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ ധനച്ചെലവ് കൂടുന്ന സമയം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് ചിലപ്പോൾ ഭാവിയിൽ ഗുണം കിട്ടുന്ന, ഇപ്പോൾ FD പോലെയോ മ്യൂച്വൽ ഫണ്ട് പോലെയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലെയോ അങ്ങനെയൊക്കെയുള്ള പദ്ധതികളിൽ, സ്കീമുകളിലൊക്കെ കാശ് മുടക്കി ഭാവിയിൽ നമുക്ക് ധനാഗമം ഉറപ്പുവരുത്തുന്ന എന്തെങ്കിലുമൊക്കെ ചിലവ് ഈ സമയത്തുണ്ടാകാം. ചിലപ്പോൾ ജോയിൻ്റ് അസറ്റ്സ് വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. അതുപോലെ ഈ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ
ഏഴാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ ഇഷ്ടസ്ഥാനത്തല്ല, 12-ലാണ് സഞ്ചരിക്കുന്നത്. 12-ൽ ബുധൻ്റെ കൂടെ സൂര്യനുണ്ട്, 6-ാം ഭാവാധിപനായ സൂര്യൻ. അതുപോലെ ചൊവ്വയുണ്ട്, രാഹുവുണ്ട്. 7-ലാണെങ്കിൽ ശനിയുടെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ്. ശുക്രൻ്റെ ദൃഷ്ടി 7-ലെന്ന് പറയുമ്പോൾ ശുക്രൻ്റെ നീചദൃഷ്ടിയാണ്, ശുക്രന് ബലമില്ല അവിടെ. അപ്പോൾ പൊതുവെ 15 മുതൽ സൂര്യനും ആ 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. സൂര്യനാണെങ്കിൽ 6-ാം ഭാവാധിപനും കൂടെയാണ്. അപ്പോൾ ഗുരു ജന്മരാശിയിൽ ഉച്ചസ്ഥിതനാണ് എങ്കിലും അത് വിവാഹ ചിന്തകളൊക്കെ ഉണ്ടാക്കാമെങ്കിലും ആലോചനകൾ സ്മൂത്താകണമെന്നില്ല. അപ്പോൾ ആലോചനകൾ വന്നാൽ തന്നെയും നമ്മൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. ചതി വഞ്ചനയിലൊക്കെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ആ ബുധൻ്റെ കൂടെ രാഹുവുണ്ട്, ആ ബുധൻ്റെ കൂടെ സൂര്യനുണ്ട്. അപ്പോൾ നമ്മൾ ആ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ശ്രദ്ധ വേണ്ടുന്ന സമയമായിട്ട് കാണുക. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രത്യേകിച്ച് പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകും. ജന്മരാശിയിലൊക്കെ ശുക്രൻ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആദ്യവാരമൊക്കെ 5-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രന് ഗ്രഹണം വരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പം പ്രണയചിന്തകൾ വന്നാൽ തന്നെയും പ്രണയസുഖം വരണമെന്നില്ല. അപ്പോൾ അവസാനത്തെ പകുതി സൂര്യനും ശനിയും ശുക്രനും ഒക്കെ ജന്മരാശിയിൽ വരുന്നത് കമിതാക്കൾക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളാണ്, സൂര്യനും ശുക്രനും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ ആ പ്രണയബന്ധത്തിൽ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ജീവിത പങ്കാളിക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും വരാം. കാരണം 7-ാം ഭാവാധിപൻ 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ബുധനും രാഹുവും കുജനും ഒക്കെ 12-ൽ, ആദ്യ പകുതി സൂര്യനും ഒക്കെ 12-ൽ ഉള്ള സമയമായതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തിൽ സുഖക്കുറവ്, ദമ്പതിമാർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾ, സമാധാനമില്ലായ്മ, ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളിത് മനസ്സിലാക്കിയുള്ള ഒരു സംയമനം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു വക്രസ്ഥിതിയൊക്കെ മാറുന്നതും ആ 12-ൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയൊക്കെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നതൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും ആ പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിനും ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12 നിൽക്കുന്നു, 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും 12 നിൽക്കുന്നു. കുടുംബത്തിൽ ചെലവ് കൂടാവുന്ന സ്ഥിതിയാണ്. ഇപ്പം 4 നിൽക്കുന്ന, അതുപോലെ തന്നെ ഈ ഗുരു ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു 4 നിൽക്കുകയാണ്. ആ ഗുരു 11 മുതൽ വക്രസ്ഥിതി മാറുന്നത് പ്രത്യേകിച്ച് ആ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആ ഗുരുവിൻ്റെ നേർസഞ്ചാരം കൊണ്ടുണ്ടാകും. അത് ചിലപ്പോൾ കുടുംബത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. മാർച്ച് 3, 4, 7, 8, 17, 18, 30, 31 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മംഗളകർമ്മങ്ങൾ, ശുഭകർമ്മങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ പുതിയ തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ പറഞ്ഞത് മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. ഇതൊരു പൊതുഫലമായിട്ടേ കാണാവൂ. നമുക്ക് കൃത്യമായിട്ടുള്ള ഫലം അറിയണമെങ്കിൽ ഈ കുറുകാർക്കും ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം അതൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ ഇതൊക്കെ മനസ്സിലാക്കി മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ഒരു പ്രവചനം സാധ്യമാവുകയുള്ളൂ. കാരണം ഈ ദശാപകാരം ഛിദ്രം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് ഓരോ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശയാണോ, അപകാരമാണോ, ഛിദ്രമാണോ, അതിനനുസരിച്ച് നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകും. ഇനി ഇത് കൂടാതെ ഞാനിവിടെ പറഞ്ഞത് മീനക്കുറുകാരുടെയും മീനലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പം മീനക്കൂറിൽ ചിലർക്ക് മാത്രമേ മീനലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്ക് മറ്റേത് രാശിയും ലഗ്നമായിട്ട് വരാം. അപ്പം മീനക്കൂറിൽ പെടുന്ന മീനലഗ്നക്കാരല്ലാത്തവർക്ക്, മറ്റ് ലഗ്നരാശികൾ വന്നിട്ടുള്ളവർക്ക് അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുടെ
അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ മാർച്ച് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലത്തെക്കാളും വളരെ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ഈ കൂറിൻ്റെ ഫലം മാത്രം കേട്ടാൽ പോരാ, അവർക്ക് ലഗ്നം അറിയാമെങ്കിൽ അവരുടെ ലഗ്നം ഏത് രാശിയിലെന്ന് നോക്കിയിട്ട് ആ ലഗ്നവുമായിട്ട്, ഞാനിപ്പോൾ മീനക്കൂറും മീന ലഗ്നം എന്ന് പറഞ്ഞതുപോലെ ഓരോ കൂറിൻ്റെയും കൂടെ ആ ലഗ്നവും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലഗ്ന രാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ മാർച്ച് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു വ്യക്തമായ ചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.